സാമ്പാർ കഷ്ണം ഫ്രോസൺ വാങ്ങിച്ചത്, ഡ്രം സ്റ്റിക്ക്, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് അരിഞ്ഞ്. സ്പെഷ്യൽ സാമ്പാറും ദോശയും. സാമ്പാറിന് സാമ്പാർ കഷ്ണം, കുറച്ച് തക്കാളി, ഉരുളക്കിഴങ്ങ്. ആക്ച്വലി ഇതിട്ടാൽ മതി, പക്ഷേ എനിക്ക് ഇച്ചിരി പൊട്ടറ്റോ എല്ലാം വേണം. മുരിങ്ങക്കോല്, ഉള്ളി, പരിപ്പ് എല്ലാം കൂടെ എടുത്ത് റെഡിയാക്കുന്നു. പ്രഷർ കുക്കറിൽ ഇങ്ങനെ എടുത്ത് വെച്ചു. സാമ്പാർ കഷ്ണം ഫ്രോസൺ വാങ്ങിച്ചത്, ഡ്രം സ്റ്റിക്ക്, തക്കാളി, പരിപ്പ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പ്രഷർ കുക്കറിൽ വയ്ക്കുന്നത്. ചിലവർ ഇങ്ങനെ പരിപ്പ് സെപ്പറേറ്റ് ആയിട്ട് വേവിക്കും, ചിലർ പൊട്ടറ്റോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട്. ഞാൻ എല്ലാം ഒറ്റയടിക്ക്. കുറച്ച് കടുകിട്ടു, കുറച്ച് പത്തൽ മുളക്, ഈ മുളകല്ലേ, ഈ മുളക് പത്തൽ മുളക് കൂടെ ഇടും. കുറച്ച് കറിവേപ്പില, ഞങ്ങളുടെ ഫ്ലോറിഡയിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രോസൺ കറിവേപ്പില. പിന്നെ ഉള്ളി എല്ലാം കൂടെ ഇങ്ങനെ വഴറ്റി ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ അറിയാലോ ഞങ്ങൾക്ക് ഉപ്പും പുളിയും എരിയും നല്ല വേണം. അത് ഇട്ട് ഇങ്ങനെ വഴറ്റി വേണ്ട. പ്രഷർ കുക്കറിൽ വഴറ്റി മുളക് പൊടി, പച്ചമുളകുണ്ട് പക്ഷെ നല്ല മുളക് പൊടി, പിന്നെ സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഇട്ടിങ്ങനെ വഴറ്റും. കായ ഇങ്ങനെ വെച്ച് ഇങ്ങനെ സഹിച്ചാ സാമ്പാർ മിക്സിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളി, ബീൻസ്, വെണ്ടയ്ക്ക, തക്കാളി എല്ലാം ഉണ്ട്. പുളിയൊക്കെ ഞങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടിയുണ്ട്, ഞാൻ എക്സ്ട്രാ തക്കാളിയൊക്കെ ഇടും. പിന്നെ ഡ്രം സ്റ്റിക്കും ഞങ്ങൾക്ക് സാമ്പാറിൽ കിടക്കുന്ന ഇഷ്ടമാണ്, അതുകൊണ്ട് എക്സ്ട്രാ ഡ്രം സ്റ്റിക്കും ഉണ്ട്. പരിപ്പും വെള്ളം ഒഴിച്ച് പുളി ഞാൻ സാധാരണ പിന്നെ എടുക്കും. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 4-5 വിസിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ സാമ്പാർ റെഡി. അങ്ങനെ സാമ്പാർ വിൽ ബി റെഡി ഫോർ us. അങ്ങനെ സാമ്പാർ റെഡി കേട്ടോ. പിന്നെ പുളിയും ആഡ് ചെയ്തു വാങ്ങിക്കഴിഞ്ഞ് പ്രഷറെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട്.